ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നോമ്പൊക്കെ ഇങ്ങനെ കഴിയാനായി പെരുന്നാളിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കുമല്ലോ എല്ലാവരും. അപ്പോൾ ഞങ്ങളും അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെരുന്നാളിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടിപൊളി അച്ചാറായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മുളക് ഈത്തപ്പഴം അച്ചാർ മലപ്പുറം സൈഡിലൊക്കെ കാണുന്ന ഒരു അടിപൊളി തരം അച്ചാറാണ് കേട്ടോ. ഇതിൽ നല്ല മധുരവും എരിവും ഒക്കെ കലർന്നിട്ടുള്ള ഒരു അടിപൊളി അച്ചാറാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമുണ്ട്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു അച്ചാറാണ് മിളകച്ചാർ എന്ന് പറയുന്നത്. അതിൽ ഈത്തപ്പഴം കൂടി ഇട്ടിട്ട് നല്ലൊരു മധുരവും അതിൻ്റെ ആ എരിവും കണ്ടില്ലേ, ആ ഒരു പച്ചപ്പും ഈത്തപ്പഴത്തിൻ്റെ ആ ഒരു കാപ്പി ചുവപ്പ് നിറഞ്ഞ കളറും ഒക്കെ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അപ്പോൾ ഇത് കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ഇതിൽക്ക് ആദ്യമായിട്ട് വേണ്ടത് ഈത്തപ്പഴമാണ് കേട്ടോ. ഞാനിവിടെ 400 ഗ്രാമിൻ്റെ ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. വല്ലാണ്ട് പഴുത്തളിയാത്തതായിട്ടുള്ള ഈത്തപ്പഴം വേണം കേട്ടോ. നമുക്ക് ഇതേപോലെ കുറച്ച് ഉറപ്പൊക്കെ ഉണ്ടായിക്കോട്ടെ. അത് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മിളകാണ് കേട്ടോ. ഞാനിവിടെ ഒരു 200 ഗ്രാമോളം മിളക് എടുത്തിട്ടുണ്ടാവും. ഉണ്ടമുളകാണ് കേട്ടോ ഈ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ ഉണ്ടമുളക് എടുത്തിട്ടുണ്ടോ നമ്മൾ അച്ചാറിടുന്നത്. അപ്പോൾ അതിനെ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കോരി മാറ്റി വെക്കാം. മുളക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ മേലത്തെ നെട്ടി കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. അച്ചാറിന് അതൊന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ നെട്ടിയും കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാം കേട്ടോ. കഴുകി വെച്ച മുളകിനെ നമുക്ക് ഇതേപോലത്തെ ഒരു വൈറ്റ് തുണി വെച്ചിട്ട് അതിലത്തെ വെള്ളവും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഒപ്പിയെടുക്കാം. നമ്മളിതിനെ ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കും കേട്ടോ. അപ്പോൾ എണ്ണയിൽ വെള്ളം പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒന്ന് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. ഇനി നമുക്ക് ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിലത്തെ കുരുവെല്ലാം മാറ്റി കളഞ്ഞതിന് ശേഷം ഇതേപോലത്തെ 2 കഷ്ണങ്ങളാക്കി നമുക്ക് കീറിയിടാം കേട്ടോ. വല്ലാണ്ട് കഷ്ണങ്ങളാക്കേണ്ട, ഇതേപോലെ 2 കഷ്ണങ്ങളാക്കിയാൽ മതി, അല്ലെങ്കിൽ വല്ലാണ്ട് വെന്ത് ഉടഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഇതേപോലെ കീറിയതിന് ശേഷം ഇതേപോലെ 2 കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മുളകച്ചാറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. ഞാനിത് ഒരു 200 ഗ്രാമോളം മുളക് എടുത്തിട്ടുണ്ട്, 400 ഗ്രാം ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉലുവ, ഇത്രയും ഉലുവൊന്നും വേണ്ട കേട്ടോ, ഒരു 1 ടീസ്പൂണോളം ഉലുവ മതിയാവും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വേപ്പില ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പുളിയാണ് കേട്ടോ പിന്നെ അടുത്ത് പിഴിഞ്ഞ് വെച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ തന്നെ പുളി പിഴിഞ്ഞ് വെച്ചു. അപ്പോൾ അതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ ഞാൻ എത്രത്തോളം പുളി എടുത്തെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ കട്ടിക്കണ്ടോ, നല്ല കട്ടിയിലാണ് ഞാൻ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ഇത് ഇത്രയും തോളം പുളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഏകദേശം ഇത്രത്തോളം പുളി കുറച്ച് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്തോണ്ട്. അപ്പോൾ നല്ല കട്ടിക്കണ്ടോ എനിക്ക് കിട്ടിയത്. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ഉരുക്കിയതും കൂടി ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലത്തെ 4 അച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തത്. അതിലേക്ക് 1 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് അതിനെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നമ്മൾ ശർക്കര നന്നായിട്ട് ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം വേണം നമുക്ക് അരിച്ച് മാറ്റി വെക്കാൻ. ഇനി ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഇതാക്കി വെച്ച പച്ചമുളകില്ലേ അതിന് ഞാൻ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. കൂടുതൽ വറുക്കണ്ട, ആ പച്ചപ്പ് മാറാത്ത രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണുണ്ട്. അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഞാനിവിടെ ഒരു 3 ടീസ്പൂണോളം ഓയിലാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ എടുക്കണവർക്ക് വെളിച്ചെണ്ണ എടുക്കാം. വെളിച്ചെണ്ണ ആയിരിക്കും കൂടുതൽ ടേസ്റ്റ്. നമുക്കിവിടെ ഓയിൽ ഉണ്ടായുള്ളൂ. അപ്പോൾ നമ്മൾ ഓയിൽ എടുത്തു കിട്ടും. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം കടുക് ഇട്ടു. കടുക് നന്നായി പൊട്ടണം, അന്നെങ്കിലാണ് അതിൻ്റെ ആ സത്തും കാര്യങ്ങളൊക്കെ അതിലേക്ക് ചേരുള്ളൂ. അതിനുശേഷം ഞാൻ 1 ടീസ്പൂണോളം ഉലുവ ഇട്ടു കേട്ടോ. ആ ഉലുവ നന്നായിട്ടൊരു ഒന്ന് മൂക്കണ വരെ വേവിച്ചതിന് ശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു വലിയ ടേബിൾ സ്പൂണോളം ഇട്ടു കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ ഒരു 2 വേപ്പിലയും കൂടി ഇട്ടിട്ട് അതിന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. അതിനുശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൗഡറുകൾ ഇടാം. ഞാനിവിടെ 1 ടീസ്പൂണോളം മുളകും പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂണോളം മുളകും പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിനെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിനെ നന്നായിട്ടൊന്ന് വേവിച്ച് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള ഈത്തപ്പഴല്ലേ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലായിടത്തേക്കും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ പിഴിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള പുളിയും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇനി അടുത്തത് വേണ്ടത് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരയാണ്. ശർക്കര തണുത്ത് വന്നിട്ടുണ്ട്. തണുത്താൽ അത് ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിനെയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളപ്പോൾ ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം ഉപ്പാണ് കേട്ടോ വേണ്ടത്. ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് ഉപ്പിടാൻ. ഞങ്ങൾക്കിവിടെ 1.5 ടീസ്പൂണോളം ഉപ്പാണ് ആവശ്യമായിട്ട് വന്നത്. അപ്പോൾ ഞാൻ 1.5 ടീസ്പൂണോളം ഉപ്പിട്ടിട്ട് എല്ലാതും കൂടി ഒന്ന് ഇളക്കി സെറ്റ് ആക്കണുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് കുറച്ച് നേരം നമുക്ക് ഇതിനൊന്ന് വേവിച്ചെടുക്കണം. ഇതിലോട്ട് നമുക്ക് 2-3 ടീസ്പൂൺ സ്വർക്കും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം.
അപ്പോൾ നമ്മളെ ഈത്തപ്പഴം നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള മുളകില്ലേ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വേവിക്കാം. ഒരു 2-3 മിനിറ്റ് കൂടി വേവിച്ചാൽ മതി കേട്ടോ. ഏകദേശം നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി മുളകും കൂടി ഇട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റും കൂടി വേവിച്ചാൽ നമ്മളെ മുളകച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ പെരുന്നാളിന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി അച്ചാർ തന്നെ ആയിരിക്കും കേട്ടോ. മധുരവും ആ മുളകിൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ കൂടിയായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടി സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടാക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.